നമ്മൾ ഡീപ് സീക്കിന്റെ വിക്കിപീഡിയ പേജിൽ പോയ സമയത്ത് ഞാൻ ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അവിടെ US സാങ്ഷൻ ഏർപ്പെടുത്തിയ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ചൈനയും ഇന്ത്യയും ഉണ്ടെന്ന് ആദ്യം കണ്ടു. അപ്പോൾ ഞാൻ അതിൻ്റെ ജസ്റ്റ് കോപ്പി ചെയ്ത് വെച്ചിരുന്നു, സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടി കഴിഞ്ഞ് നോക്കിയപ്പോൾ വീണ്ടും അവിടെ ഇന്ത്യ എന്ന പേര് കാണുന്നില്ല. പകരം സാങ്ഷൻസ് ഓൺ ചൈന ഫോർ എൻവിഡിയ ചിപ്സ് എന്നുള്ളത് മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ തൊട്ടടുത്ത ലൈനിൽ ഈ രണ്ട് രാജ്യങ്ങളും ഈ AI ടെക്നോളജി, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയാണ് ഈ സാങ്ഷൻസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. 2 കൺട്രീസ് എന്നവിടെ തൊട്ടടുത്ത ലൈനിലുണ്ട്. ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്തപ്പോൾ ആ ഒരു ലൈനിൽ എഡിറ്റിംഗ് നടന്നിട്ടുണ്ടാവില്ല. എന്തായാലും പെട്ടെന്ന് ഞാൻ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു. അപ്പോൾ ഇത് വിക്കിപീഡിയ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നന്നായി അറിയാവുന്നവർ വിചാരിച്ചാൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇന്നലെ നമ്മുടെ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തി. ഇന്ത്യ 8 മാസത്തിനുള്ളിൽ സ്വന്തമായിട്ട് ChatGPT ഡീപ് സീക്ക് മോഡലിലൊരു AI പ്ലാറ്റ്ഫോം പുറത്തിറക്കാൻ പോവാണ്. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒന്നായിരിക്കുമെന്നാണ് അശ്വിനി വൈഷ്ണവ് പറഞ്ഞത്. സന്തോഷം. കാരണം ഇന്ത്യ ഓൾറെഡി ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഡെവലപ്പ് ചെയ്തതിനെ കുറിച്ച് നമ്മൾ വീഡിയോ നേരത്തെ ചെയ്തു. അപ്പോൾ കംപ്ലീറ്റ് ഈ ChatGPTയുമായും ഡീപ് സീക്കുമായും മത്സരിക്കാൻ കഴിയുന്ന ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയാവുന്ന ഒരു പ്ലാറ്റ്ഫോം ഇന്ത്യ പുറത്തിറക്കാൻ പോകുന്നു. 8 മാസത്തിനുള്ളിൽ അത് പുറത്തിറക്കും. ഇതിനാവശ്യമായിട്ടുള്ള GPU എല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നും അത് വളരെയധികം മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കുമെന്നൊക്കെയാണ് അശ്വിനി വൈഷ്ണവ് പറഞ്ഞത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ടൈംസിൽ വന്നിട്ടുള്ള വാർത്തയിൽ കുറച്ച് താഴേക്ക് നമ്മൾ വായിച്ചു പോകുന്ന സമയത്ത് അവിടെ ഈ അമേരിക്ക ഇന്ത്യക്കെതിരെയും റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുള്ളതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കൂടി കേന്ദ്രമന്ത്രിയോട് ചോദിക്കുന്നുണ്ട്. അതായത് AI ചിപ്പുകളുമായി ബന്ധപ്പെട്ട് ഈ ചൈനയ്ക്ക് നേരെ മാത്രമല്ല ഇന്ത്യയുടെ മേലും അമേരിക്ക ചില എക്സ്പോർട്ട് കൺട്രോൾ വെച്ചിട്ടുണ്ട്. അതായത് ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ഫെസിലിറ്റീസ് ചൈന മാത്രമല്ല ഇന്ത്യയും ഡെവലപ്പ് ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷെ ഇവിടെ ചൈനയുടെ മേൽ ചുമത്തിയിരിക്കുന്ന അത്രയും റെസ്ട്രിക്ഷൻ എന്തായാലും ഇന്ത്യയുടെ മേലില്ല. പക്ഷേ ഇന്ത്യയുടെ മേലും ചില റെസ്ട്രിക്ഷൻസ് US ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിക്കിപീഡിയ പേജിൽ പറഞ്ഞ കാര്യം ശരിയാണ്. പക്ഷെ അവിടെ ഇന്ത്യയുടെ പേര് വരരുത് എന്ന് ആരോ ആഗ്രഹിക്കുന്നതുകൊണ്ട് ബോധപൂർവം ആ പേര് അവരവിടെ നിന്ന് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ എന്നാലും തൊട്ടടുത്ത ലൈനിൽ ഈ 2 കൺട്രീസ് എന്നുള്ളത് എഡിറ്റ് ചെയ്യാൻ ഞാനിത് നോക്കുന്ന സമയത്ത് എന്തായാലും അത് ചെയ്തവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ എന്താണ് US-ന്റെ യഥാർത്ഥ ലക്ഷ്യം? US ഇന്ത്യക്ക് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യമാണോ എന്നുള്ളതാണ് ചോദ്യം. US ഇന്ത്യക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യമല്ല. പക്ഷേ US-നെ കൊണ്ട് ഇന്ത്യക്ക് ചില ഗുണങ്ങൾ കിട്ടും. അതിൽ ഒന്നാമത്തെ ഗുണമാണ് ട്രേഡ്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി US ആണ്. US-ഉമായിട്ടുള്ള ട്രേഡ് കൊണ്ട് ഇന്ത്യക്ക് മെച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. 2, ഈ US-ഉം ചൈനയും തമ്മിലുള്ള മത്സരം ഒരു പരിധി വരെ ഇന്ത്യക്ക് ഗുണം ചെയ്യാം. ആ മത്സരത്തിന്റെ ഇടയിൽ നിന്ന് നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ട്രംപ് ഇന്ത്യയോട് എടുക്കുന്ന ഒരു സമീപനം ചൈനയോട് എടുക്കുന്ന അത്രയും ശക്തമായ ഒരു സമീപനം അല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ട്രംപിന്റെ ഭരണകാലത്ത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിൽ പുരോഗതിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് പ്രതീക്ഷയാണ്. നമുക്ക് 100% അങ്ങനെ നടക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ട്രംപ് വളരെയധികം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല അയാൾക്ക് കൃത്യമായ ഒരു നിലപാടോ ഒരു വാക്കിൽ ഉറച്ചു നിൽക്കുന്ന ആളോ ഒന്നുമല്ല. എപ്പോൾ വേണമെങ്കിലും ആള് വാക്ക് മാറ്റി പറയാം, നിലപാട് മാറ്റാം. ബിസിനസ്സുകാരനാണ്. വാക്കിന് വിലയില്ലാത്തൊരു ബിസിനസ്സുകാരനെ പോലെയാണ് അദ്ദേഹത്തിന്റെ പല പ്രകടനങ്ങളും. അപ്പോൾ ഇത് ചിലർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. ഇവിടെ ട്രംപിന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിക്കും നരേന്ദ്രമോദിക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ ഫാൻസ് ട്രംപിനുണ്ട്. പലരുടെയും വിചാരം റേഷൻ അരി വരെ കൊടുക്കുന്ന ട്രംപ് ആണെന്നാണ്. ഈ ട്രംപ് എന്ന് പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ്. അയാൾ ഒരു അമേരിക്കൻ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ആളാണ്. അയാൾക്ക് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ വളർത്തുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. നമ്മൾ ഇന്ത്യക്കാർ ഈ അമേരിക്കൻ ട്രംപ് അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ഹിന്ദുക്കളെ സംരക്ഷിക്കൂ എന്ന് പറയുമ്പോൾ അതിൽ പുളകം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ട്രംപിന്റെ നിലപാടുകളെ ആരും വിശ്വാസത്തിലെടുക്കേണ്ട കാര്യവുമില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകളും കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ രാജ്യത്തിന് വേണ്ടിയാണ് ഉണ്ടാവുക. നമുക്ക് ഇന്ത്യക്ക് അത് എത്രത്തോളം അതിൽ എന്തൊക്കെ ഗുണം ചെയ്യും, എന്തൊക്കെ ദോഷം ചെയ്യും. ഇവിടെ ട്രംപ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ ട്രേഡിൽ ഇന്ത്യ എന്തോ വലിയ രീതിയിൽ അമേരിക്കയ്ക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അനാവശ്യമായ ടാക്സുകൾ നമ്മൾ ചുമത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചൈനയുടെ പേര് പറയുമ്പോഴൊക്കെ ഇന്ത്യയുടെ പേര് പറയുന്നുണ്ട്. ഇത് ആക്ച്വലി ഇന്ത്യക്ക് അത്ര നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഇന്ത്യ എന്തോ അമേരിക്കയിൽ നിന്ന് അനധികൃതമായിട്ട് എന്തോ നേടുന്നു എന്നുള്ളതാണ്. ഇന്ത്യ അമേരിക്കൻ ചില പ്രോഡക്റ്റുകൾക്ക് അമേരിക്ക മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന്, വികസിത രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്ന പ്രോഡക്റ്റുകൾക്ക് തീർച്ചയായിട്ടും ചില നികുതിയൊക്കെ ചുമത്തിയിട്ടുണ്ട്. അതിന്റെ കാരണം നമ്മൾ ഇവിടുത്തെ കമ്പനികൾ അല്ലെങ്കിൽ പൂട്ടിപ്പോകേണ്ടി വരും. ഓൾറെഡി വികസിതമായ രാജ്യങ്ങളുടെ കമ്പനികൾക്ക് ഇന്ത്യൻ കമ്പനികളെക്കാൾ മികച്ച രീതിയിലുള്ള
പെർഫോമൻസ് മാർക്കറ്റിൽ കാഴ്ചവെക്കാനായിട്ട് പറ്റും പ്രോഡക്റ്റുകളിലൂടെ. സോ അവിടെ നമ്മൾ ഇന്ത്യൻ കമ്പനികൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ അനാവശ്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ രാജ്യം ഒരു വികസ്വര രാജ്യമാണ്. അപ്പം നമ്മളും വികസിതമാകാനായിട്ട് വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ട്രംപ് എപ്പോഴും നമ്മളെ ഇതിനകത്ത് ചൈനയ്ക്കൊപ്പം ബ്ലെയിം ചെയ്യുന്നുണ്ട്. നോക്കൂ, നമുക്ക് അമേരിക്കൻ പ്രസിഡന്റുമാർ വരും പോകും, പക്ഷെ അവരുടെ പോളിസി എന്ന് പറയുന്നതിൽ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവരെന്ത് പറയുന്നു എന്നത് നമ്മൾ നോക്കണ്ട, അവരെന്ത് ചെയ്യുന്നു എന്നതാണ് പ്രധാനം. ഇപ്പോൾ ട്രംപിന്റെ കാലത്ത്, കഴിഞ്ഞ ട്രംപിന്റെ പീരീഡിൽ ഇന്ത്യക്ക് എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. ട്രംപിന്റെ സമയത്ത് ഇന്ത്യയുമായിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നമ്മുടെ രാജ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. സമാനമായൊരു പ്രതീക്ഷ നമുക്ക് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിനർത്ഥം അങ്ങനെ സംഭവിക്കണമെന്ന് യാതൊരു ഉറപ്പുമില്ല. കാരണം ഇത് ട്രംപാണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. ട്രംപ് ഇപ്പോൾ ലോകത്തെ കമ്പനികളെയൊക്കെ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി ക്ഷണിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് അവരുടെ ഹാർഡ് പവറും സോഫ്റ്റ് പവറും ഒക്കെ അവർ യൂസ് ചെയ്യുകയാണ്. ഭീഷണിയുടെ സ്വരമുണ്ട്. സൗദി രാജാവിനെയൊക്കെ ഭീഷണിപ്പെടുത്തിയാണ് ഇൻവെസ്റ്റ്മെന്റ് യു എസിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ട്രംപിന്റെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ അത് വ്യക്തമാണ്. എന്ന് വെച്ചാൽ അത്രയും സ്വാധീനം യു എസിനുണ്ട്. അത് ഉപയോഗിച്ച് അവർ വീണ്ടും മറ്റു രാജ്യങ്ങൾ അവരുടെ രാജ്യത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റിന് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ഇന്ത്യക്ക് ഗുണവും ചെയ്യാം, ദോഷവും ചെയ്യാം. അവിടെയാണ് ഇന്ത്യ പ്ലാൻ ബി. നമ്മൾ തീർച്ചയായിട്ടും നമുക്കൊരു പ്ലാൻ ബി ഉണ്ടാവും. നമ്മൾ ചൈനയുമായും ബ്രിക്സ് രാജ്യങ്ങളുമായിട്ടും യൂറോപ്പുമായിട്ടും ഒക്കെ വെവ്വേറെ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ കാര്യം അതാണ്. ഇപ്പോൾ ചൈനയെ റെസ്ട്രിക്ട് ചെയ്തു. ഞാൻ ഒരു കാര്യം പറയാം, ചൈന എന്ന് പറയുന്നത് ഇന്ത്യയുടെ ശത്രുവാണെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ചൈന നമ്മളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. പക്ഷേ ടെക്നോളജി എന്ന് പറയുന്ന ഒരു സാധനം ലോകത്ത് എല്ലാ മനുഷ്യരിലേക്കും എത്തുന്നതിൽ ചൈനയ്ക്ക് ഒരു വലിയ പങ്കുണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോണിന്റെ കാര്യം പോലും നമുക്ക് എടുത്താൽ, ഒരു കാലത്ത് വലിയ ബ്രാൻഡഡ് ഫോണുകൾ ഓഫർ ചെയ്തിരുന്ന ഫീച്ചേഴ്സ് അതിന്റെ 10% വിലയ്ക്ക് ചൈനീസ് ഫോണുകൾ നൽകിയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇങ്ങനെ സാധാരണക്കാരന് കിട്ടാത്ത പല ടെക്നോളജിയും വളരെ ചിലവ് കുറച്ച് അവന്റെ കൈകളിലേക്ക് എത്തിക്കുന്നതിൽ ചൈനയ്ക്ക് ഒരു വലിയ പങ്കുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ ഈ ചാറ്റ് ജി പി ടിയുടെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. ചാറ്റ് ജി പി ടിയുടെ പ്രീമിയം ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രൈസിങ് നോക്കിക്കഴിഞ്ഞാൽ അത് താരതമ്യേന അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ട്. എന്നാൽ ഡീപ് സീക്ക് വളരെ ചീപ്പായിട്ടുള്ള പ്രൈസിലാണ് കൊടുക്കുന്നത്. ചാറ്റ് ജി പി ടി ഡെവലപ്പ് ചെയ്യാൻ 5-6 ബില്യൺ US$ അവർക്ക് വേണ്ടി വന്നെങ്കിൽ 100 മില്യൺ US$ താഴെ ചിലവിലാണ് ചൈന ഡീപ് സീക്ക് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇന്ത്യ എങ്ങനെയാണോ ചന്ദ്രയാൻ ദൗത്യവും ചൊവ്വ ദൗത്യവും ഒരു ഹോളിവുഡ് സിനിമ എടുക്കുന്നതിനും പകുതിയിൽ താഴെ പണത്തിൽ ചെയ്തത്, അതേ രീതിയിൽ വിപ്ലവകരമായ ഒരു നേട്ടം തന്നെയാണ് ചൈന ഉണ്ടാക്കിയിരിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. സമാനമായ നേട്ടം ഇന്ത്യക്കും ഉണ്ടാക്കാൻ കഴിയും. ഇത് യു എസിന് നന്നായിട്ട് അറിയാം. യു എസ് അതുകൊണ്ടാണ് പല ക്രിട്ടിക്കലായിട്ടുള്ള ടെക്നോളജീസും ഇന്ത്യക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചിപ്പുകൾ, അതിന്റെ കയറ്റുമതിയിൽ അവർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ചൈന തന്നെ എൻവിഡിയ ചിപ്പ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, പക്ഷെ കുറച്ച് പഴയ ചിപ്പുകളാണ്. മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുണ്ടായിരുന്ന ചിപ്പുകൾ എടുത്താണ് ഉപയോഗിച്ചത്. കാരണം പുതിയ മോഡേൺ ആയിട്ടുള്ള ചിപ്പുകൾ ഇവർക്ക് കിട്ടുന്നില്ല. എന്നാൽ ചൈനയെ അപേക്ഷിച്ച് ഇന്ത്യക്ക് ഈ പറഞ്ഞ പോലെ റെസ്ട്രിക്ഷൻസ് ചൈനയുടെ മേൽ അമേരിക്ക ചുമത്തിയിരിക്കുന്നതിനേക്കാൾ കുറച്ച് കുറവായതുകൊണ്ട് ഇന്ത്യക്ക് മോസ്റ്റ് മോഡേൺ എന്നുള്ളത് കിട്ടിയില്ലെങ്കിൽ പോലും അത്യാവശ്യം മോഡേൺ ആയിട്ടുള്ള ചിപ്പുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ആവശ്യത്തിനായിട്ട് കളക്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു മെഷീൻ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും 8-9 മാസം കൊണ്ട് ഒരുപക്ഷെ ലോകത്തെ അടുത്ത് വീണ്ടും അമ്പരപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ ഏഷ്യയിൽ നിന്നുണ്ടാകും. അത് മിക്കവാറും നമ്മുടെ ഇന്ത്യയിൽ നിന്നായിരിക്കും. ഡീപ് സീക്കിനെ അമേരിക്ക പൂട്ടാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം ചൈനയുടെ ആ ഒരു ഏകാധിപത്യ സ്വഭാവമൊക്കെ എടുത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് ഡീപ് സീക്കിനെ മിക്കവാറും അടുത്ത് വരുന്ന കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അമേരിക്ക പൂട്ടും. കാരണം അവരുടെ ബിസിനസ് മേഖലയിൽ ആകെ വലിയ തകർച്ച ഉണ്ടാക്കിയിരിക്കുകയാണ്. എൻവിഡിയയുടെ ഓഹരികളൊക്കെ ഇടിഞ്ഞു. $1 ട്രില്യൺ നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടായിരിക്കുകയാണ് ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോം കാരണം. അപ്പോൾ അതുകൊണ്ട് ഡീപ് സീക്കിനെ ഏത് വിധേനയും പൂട്ടാൻ അമേരിക്ക ശ്രമിക്കും. അവിടെ ഒരുപക്ഷെ ഇന്ത്യൻ ആപ്പ് വരുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്ലാറ്റ്ഫോം വരുമ്പോൾ അതിന് ചിലപ്പോൾ ഒരു സാധ്യത കാണുന്നുണ്ട്, ഒരു ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടാനായിട്ട്. കാരണം ഇപ്പോൾ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു മത്സരമാണ് ലോകത്ത് നടക്കുന്നത്. അവിടെ ഇന്ത്യ എന്തായാലും ഒരു പ്രധാന എതിരാളിയായിട്ട് അമേരിക്കയുടെ മുമ്പിൽ ഇപ്പോഴില്ല. ഈ അവസരത്തിൽ അതുകൊണ്ട് ചിലപ്പോൾ ഇന്ത്യക്ക് കുറച്ച് ഗുണകരമായിട്ട് ഗ്ലോബൽ സിറ്റുവേഷൻസിൽ കാര്യങ്ങൾ വന്നേക്കാം. നമുക്കത് പ്രഡിക്ഷൻ മാത്രമാണ്. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാനും പറ്റില്ല, യു എസിന്റെ കാര്യമായതുകൊണ്ട്. അപ്പം അതുകൊണ്ട് അമേരിക്കയോട് അമിതമായ വിധേയത്വം ഇന്ത്യക്കാർ കാണിക്കുന്നത് വളരെ ബുദ്ധിശൂന്യതയായിപ്പോവും. ചൈന എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. ഇങ്ങോട്ടും അങ്ങോട്ടും ഗുണമുള്ള ഒരു റിലേഷനാണ്. അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള റഷ്യ ഇന്ത്യ ബോണ്ട് പോലെ ഒരു സ്പെഷ്യൽ റിലേഷൻ ഒന്നും ഇന്ത്യയും യു എസും തമ്മിലില്ല, ഉണ്ടാവാൻ സാധ്യതയുമില്ല. കാരണം യു എസിന് അവർക്കൊപ്പം നിൽക്കുന്ന ഒരു രാജ്യം വേണ്ട. അവർക്ക് അവരുടെ താഴെ നിൽക്കുന്ന രാജ്യങ്ങൾ മതി.
അതാണ് അമേരിക്ക എപ്പോഴും ആഗ്രഹിക്കുന്നത്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ഇന്ത്യക്കാർ ഓർത്തു വയ്ക്കുക. കാരണം അമേരിക്ക എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സായിപ്പിന് പൊള്ളുന്നതിനേക്കാൾ കൂടുതൽ പൊള്ളുന്ന കുറെ പേരെയൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കണ്ടു. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.